നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിവേഗം നശിച്ച് കുരുമുളക് വള്ളികൾ, മുന്നറിയിപ്പുമായി കീടനിരീക്ഷണ കേന്ദ്രം. മഴക്കാലം എത്തിയതോടെ കുരുമുളക് ചെടികളിൽ ദ്രുതവാട്ട രോഗം കണ്ടു തുടങ്ങിയതായി ആലപ്പുഴ കീടനിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഫൈറ്റോഫ്തോറ ക്യാപ്സിസ് എന്ന കുമിൾറ്റ് ആണ് രോഗകാരണം. ഇലകളിലും തണ്ടുകളിലും നനഞ്ഞ പാടുകൾ പ്രത്യക്ഷപ്പെടുകയും ഇലകൾ കൊഴിയുകയും ചെടി പൂർണ്ണമായും കരിഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ ഇതെങ്ങനെ നിയന്ത്രിക്കാം? നിയന്ത്രണ മാർഗമാണ് ഇനി പറയുന്നത്. കൃഷിയിടത്തിൽ നീർവാർച്ച ഉറപ്പാക്കുക. താങ്ങ് ചെടികളുടെ കൊമ്പ് കോതി തോട്ടങ്ങളിൽ സൂര്യപ്രകാശവും വായു സഞ്ചാരവും വർദ്ധിപ്പിക്കണം. മഴത്തുള്ളികളോടൊപ്പം മണ്ണ് തെറിച്ച് ചെടികളിൽ പതിക്കുന്നത് തടയാൻ പയറുവർഗ വിളകൾ ചുവട്ടിൽ പടർത്താം. ചെടിയിൽ നിന്നും മണ്ണിലൂടെ പടർന്നു കിടക്കുന്ന വള്ളികൾ ചെന്തല മുറിച്ചു മാറ്റണം. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓരോ കുരുമുളക് കാലിന് ചുറ്റിലും 1 കിലോ നീറ്റ് കക്കയും 4 ആഴ്ച ശേഷം ട്രൈക്കോഡർമയും വേപ്പിൻ പിണ്ണാക്കും ചേർത്ത് സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടിയും നൽകണം. വർഷത്തിൽ 3 പ്രാവശ്യം ഇങ്ങനെ ചെയ്യണം, ജൂൺ, ഓഗസ്റ്റ്, ഒക്ടോബർ മാസങ്ങളിൽ. അടുത്ത ചെയ്യേണ്ടത് സൂഡോമോണോസ് ഫ്ലൂറസൻസ് എന്ന മിത്ര ബാക്ടീരിയ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ 5 മുതൽ 10 ലിറ്റർ ചെടികളുടെ ചൂട്ടിൽ കലക്കി ഒഴിച്ചു കൊടുക്കുക. ഇതും നമ്മൾ 3 പ്രാവശ്യമാണ് ചെയ്യേണ്ടത്, ജൂൺ, ഓഗസ്റ്റ്, ഒക്ടോബർ മാസങ്ങളിൽ. അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് രോഗബാധ കാണുന്ന ചെടിയുടെ ഭാഗങ്ങൾ തോട്ടത്തിൽ നിന്നും മാറ്റി കത്തിച്ച് കളയുക. അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് ചെടികളുടെ തടങ്ങളിൽ മണ്ണുമായി ചേർന്ന് നിൽക്കുന്ന ഭാഗങ്ങളിൽ കോപ്പർ ഓക്സി ക്ലോറൈഡ് എന്ന കുമിൾനാശിനി 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി ഒഴിച്ചു കൊടുക്കണം. ഒരു തടത്തിലേക്ക് 5 മുതൽ 10 ലിറ്റർ വരെ നൽകാം. ജൂൺ, ഓഗസ്റ്റ്, ഒക്ടോബർ മാസങ്ങളിലാണ് ഇത് ചെയ്യേണ്ടത്. അങ്ങനെ 3 പ്രാവശ്യം നമ്മൾ ചെയ്തു കൊടുക്കണം. അടുത്ത കഥ എന്ന് പറഞ്ഞാൽ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം ഇലകളിൽ തളിച്ചു കൊടുക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ കുരുമുളക് ചെടികൾ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത്. നമ്മളിത് എല്ലാ വർഷവും കറക്റ്റായിട്ട് ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെടിക്ക് ഒന്നും സംഭവിക്കില്ല. നമുക്ക് നല്ല ആദായം കിട്ടുകയും ചെയ്യും. വർഷങ്ങൾ നമുക്ക് ചെടി മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റും. ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ ഞാനെത്തും. എല്ലാവർക്കും എൻ്റെ നന്ദി.